ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലെ കുഞ്ഞെഴുത്ത് എന്ന പ്രവർത്തനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മലയാളത്തിലെ രണ്ടാമത്തെ പാഠമായ പൂവ് ചിരിച്ചു എന്ന പാഠത്തിലെ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. കൂട്ടുകാർ പൂവ് ചിരിച്ചു എന്ന പാഠം പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. നമുക്കൊന്ന് നോക്കിയാലോ, ഇവിടെ എന്തൊക്കെല്ലാം എഴുതാമുണ്ടെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ ആരെയെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ? ഇവിടെ ഒരു മണ്ണിരയുണ്ട് അല്ലേ, ഒരു കുഞ്ഞു മണ്ണിരയുണ്ട്, ഒരു കുഞ്ഞു വിത്തുണ്ട്, പിന്നെ ആരാ ഉള്ളത്? തുമ്പിയുണ്ട്. അങ്ങനെ അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കൂ. മണ്ണിര ചോദിക്കുകയാണ്, നീ ആരാ? എന്താ ചോദിക്കുന്നത്? നീ ആരാ? അപ്പം വിത്ത് എന്തു പറഞ്ഞു? ഞാൻ വിത്ത്, എനിക്കും വളരണം. ഞാൻ വിത്ത്, എനിക്കും വളരണം. അങ്ങനെയാണെങ്കിൽ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. തുമ്പി പറയുകയാണ്, ഹായ് വിത്ത് മുളക്കുന്നു, ഹായ് വിത്ത് മുളക്കുന്നു. അങ്ങനെ ഇവർ വിത്ത് മുളക്കുന്നത് കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പേജിൽ എന്താണ് പറയുന്നത് നോക്കാം. അതാ ഒരാൾ, അത് ആരാ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ എഴുതണം? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ കുഞ്ഞിച്ചെടിയുണ്ട്, പുഴുവുണ്ട്, ഉറുമ്പുണ്ട്. കുഞ്ഞിച്ചെടി എന്താ പറയുന്നത് നോക്കൂ. കുഞ്ഞുറുമ്പേ, ഇവനെ എടുത്തു കളയൂ. എന്താ പറയുന്നത്? കുഞ്ഞുറുമ്പേ, ഇവനെ എടുത്തു കളയൂ. അപ്പോൾ പുഴു എന്തായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഞാനൊരു പാവം പുഴുവാ, വിശന്നിട്ട് ഇല തിന്നുകയാ. എന്താ പറയുന്നത്? ഞാനൊരു പാവം പുഴുവാ, വിശന്നിട്ട് ഇല തിന്നുകയാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉറുമ്പ് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. നീ ആ ഇലയെല്ലാം തിന്നു തീർക്കരുത്, വേഗം ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞാൻ. എന്താ പറയുന്നത്? ഉറുമ്പ് എന്താ പറയുന്നത്? നീ ആ ഇലയെല്ലാം തിന്നു തീർക്കരുത്, വേഗം ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. അങ്ങനെ മറുപടി പറയുകയാണ് അല്ലേ. അപ്പോൾ ചെടിയുടെ അവസ്ഥ എന്താണ്? പാവം ചെടി, പാവം ചെടിയല്ലേ. ചെടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെടീൻ്റെ ഇല പുഴു തിന്നത് ചെടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും സഹായിച്ചു കൊടുത്താൽ മാത്രമേ ആ പുഴുവിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഉറുമ്പ് അവിടുന്ന് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. ഇനി അടുത്ത പേജ് എടുത്തോളൂ, നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ നോക്കാം. എന്തൊക്കെയുണ്ട് ചിത്രത്തിലൊന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ ഒരു കുഞ്ഞാടുണ്ട്, ചെടിയുണ്ട്, ഒരു കുഞ്ഞിക്കിളിയുണ്ട്. അപ്പോൾ കുഞ്ഞാട് എന്താ ചെയ്യുന്നത്? കുഞ്ഞാട് എങ്ങനെയാണ് വരുന്നത്? കുഞ്ഞാട് ചാടിച്ചാടി വന്നു, കുഞ്ഞാട് ചാടിച്ചാടി വന്നു. എനിക്ക് വിശക്കുന്നു. എന്താ കുഞ്ഞാട് പറയുന്നത്? എനിക്ക് വിശക്കുന്നു. അപ്പോൾ ചെടി ചോദിക്കുകയാ, നീ ആരാ? നീ ആരാ? എന്തിനാ വന്നത്? നീ ആരാ? എന്തിനാ വന്നത്? അപ്പം ആട് പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ ആട്, ഞാൻ ആട്. ആടിന് വിശന്നിട്ട് ആട് ഈ ഇല തിന്നാൻ വരികയാണ്. ഇതാര് കാണുന്നുണ്ട്? കുഞ്ഞിക്കുരുവി കാണുന്നുണ്ട്. കുഞ്ഞിക്കുരുവി പറയുകയാണ്, എന്താ പറയുന്നത്? പാവം ചെടി, ആട് ഇപ്പം തിന്നും. പാവം ചെടി, ആട് ഇപ്പം തിന്നും. ചെടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെടി അവിടെ അനങ്ങാതെ മണ്ണിൽ ഉറച്ച് നിൽക്കുന്നതാണ് അല്ലേ ചെടി. ഈ ജീവികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓടിച്ചാടി നടക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കും പാവം തോന്നില്ലേ ഈ ചെടീനെ കാണുമ്പോൾ? ഇനി ചിത്രത്തിൽ കാണുന്നത് ഒരു സൂര്യനെ കാണുന്നു, പിന്നെ എന്തൊക്കെയുണ്ട്? ചെടിയുണ്ട്, ഒരു തേനീച്ചയുണ്ട് അല്ലേ. അപ്പം സൂര്യൻ നല്ല ചൂടുണ്ട് അല്ലേ. സൂര്യൻ, അവിടെ എന്താണ് എഴുതേണ്ടത്? സൂര്യൻ വന്നു, സൂര്യൻ വന്നു. ചെടി വാടി, ചൂട് ഏറി. കൂട്ടുകാർ എഴുതേണ്ട വാക്കുകൾ ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരാം. സൂര്യൻ വന്നു, ചെടി വാടി, ചൂടേറി. ഇനി ഈ ചെടിയുടെ അവസ്ഥ കണ്ടോ നിങ്ങൾ? എന്താ അവസ്ഥ? വാടി ഉണങ്ങിപ്പോയില്ലേ. സൂര്യൻ ഉദിച്ച് നല്ല വെയിൽ, ചൂട് കൊണ്ട് ചെടി വാടി. അപ്പോൾ തേനീച്ച പറയുകയാണ്, എന്താ പറയുന്നത്? പാവം ചെടി.
തേനീച്ച പറയുകയാണ് പാവം ചെടി. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജിൽ എന്താണുള്ളത്? അതാ മഴ. ഇപ്പം നല്ല ചൂടല്ലായിരുന്നു, ഈ ചൂടൊക്കെ ഇപ്പം തന്നെ മാറും. എന്ത് വന്നാലേ? മഴ വരണല്ലേ. നല്ല പെരുമഴ വന്നാൽ ചൂടെല്ലാം മാറും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ടുണ്ടാക്കിയാലോ മഴയെക്കുറിച്ച്? എങ്ങനെ ഉണ്ടാക്കാം? മഴ 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 വന്നു, തുള്ളി തുള്ളി പെയ്യുന്നു, ലലലാ ലലലാ ലാലാ. എങ്ങനെയാ പാടണ്ടേ? മഴ 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 വന്നു, തുള്ളി തുള്ളി പെയ്യുന്നു, ലലലാ ലലലാ ലാലാ. നല്ല രസമല്ലേ മഴ പെയ്താൽ? അപ്പോൾ മഴ പെയ്തപ്പോൾ എന്തൊക്കെ ഉണ്ടായി? ചെടിക്ക് ഇഷ്ടംപോലെ വെള്ളം ലഭിച്ചു. ചെടിയുടെ ഇല വാടിയ ഇലകളെല്ലാം നിവർന്നു വന്നു. ചെടിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ കൂട്ടുകാരെ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി ലൈനും പൂരിപ്പിക്കണ്ടേ? മീനുകൾ വന്നു, ആമകൾ വന്നു, ലാലാ. എന്തൊക്കെയാണ്? മീനുകൾ വന്നു, ആമകൾ വന്നു, ലാലാ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ മഴ പെയ്താൽ? നല്ല രസമല്ലേ മഴ കാണാൻ? മഴ പെയ്താൽ നല്ല ഭംഗിയാണല്ലേ? അങ്ങനെ ഈ ആമ എന്താണ് ഇപ്പോൾ പറയുന്നത്? നിറയെ വെള്ളം അല്ലേ, എനിക്ക് നീന്തി കളിക്കാം, അങ്ങനെ പറയുന്നു ആമ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ പാഠത്തിലെ ആക്ടിവിറ്റി കുഞ്ഞെഴുത്ത് ഇവിടെ അവസാനിപ്പിക്കാം. കൂട്ടുകാർ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത കുഞ്ഞെഴുത്തുമായി വീണ്ടും കാണാം. താങ്ക് യു.